രജനീകാന്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പുതിയ ചിത്രം കൂലിയിലെ പുതിയ ഗാനം റിലീസ് ചെയ്തു. മോണിക്ക എന്ന ഗാനത്തിന്റെ ലിറിക് വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത്. നടി പൂജ ഹെഗ്ഡെയും സൗബിൻ ഷാഗറുമാണ് ഗാനരംഗത്തുള്ളത്. നായികയെ വരെ സൈഡാക്കിയുള്ള സൗബിന്റെ ഡാൻസ് ഇതിനകം വൈറലായി കഴിഞ്ഞു. സുധീഷ് ശങ്കറിന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിലും വടിവേലുവും പ്രധാന കഥാപാത്രങ്ങളാകുന്ന തമിഴ് ചിത്രം മാരീശൻ ജൂലൈ 25-ന് തിയേറ്ററുകളിലെത്തും. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രം ഒരു യാത്രാ ത്രില്ലർ കൂടിയാണ്. മാമനൻ എന്ന സിനിമയ്ക്ക് ശേഷം ഫഹദ് ഫാസിലും വടിവേലുവും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് മാരീശൻ. രാഘവ് മർദത്ത് സംവിധാനം ചെയ്ത വൺ ബട്ടർ ജാം എന്ന പാൻ ഇന്ത്യൻ തമിഴ് സിനിമ ജൂലൈ 18-ന് റിലീസ് ചെയ്യും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലായാണ് റിലീസ്. സുരേഷ് സുബ്രഹ്മണ്യൻ നിർമ്മിച്ച ചിത്രത്തിൽ ബിഗ് ബോസ് തമിഴ് താരം രാജുവാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജെൻ ഇഡ്സഡിന്റെ ബന്ധങ്ങളെക്കുറിച്ചുള്ള രസകരമായ കാഴ്ചപ്പാടാണ് ചിത്രം അവതരിപ്പിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ശാന്തത പാലിക്കുക, ബൺ ബട്ടർ ജാം കഴിക്കുക എന്നതാണ് ചിത്രത്തിന്റെ ടാഗ് ലൈൻ എന്ന് വാർത്താ സമ്മേളനത്തിൽ അണിയറ പ്രവർത്തകർ അറിയിച്ചു. SS രാജമൗലി സംവിധാനം ചെയ്ത ചിത്രം ബാഹുബലി റീ റിലീസിനൊരുങ്ങുന്നു. ചിത്രത്തിന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും ഭാഗങ്ങൾ സംയോജിപ്പിച്ച ദി എപ്പിക് എന്ന പേരിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. 5 മണിക്കൂർ 27 മിനിറ്റാണ് ദൈർഘ്യം. ആദ്യ ഭാഗം റിലീസ് ചെയ്ത 10 വർഷമാകാനിരിക്കെയാണ് ചിത്രം റീ റിലീസിനായി ഒരുങ്ങുന്നത്. നിതീഷ് കെ നായർ സംവിധാനം ചെയ്യുന്ന ഫാമിലി സർക്കസ് സിനിമയുടെ പൂജ നാളെ നടക്കും. തൃശൂർ എഴുത്തച്ഛൻ ഹാളിൽ രാവിലെ 10 മണിക്കാണ് പൂജ നടക്കുന്നത്. തുടർന്ന് ചേഞ്ച് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടക്കും. മനോജ് കിന്നസ്, അരിസ്റ്റോ സുരേഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പെരുന്താളൂർ മോഹൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം മഴമേഘത്തിന്റെ പൂജ നാളെ തൃശൂരിൽ നടക്കും. രാവിലെ 10:30-ന് വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളിലാണ് ചടങ്ങ്. ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്ന കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ആദ്യ സിനിമയുടെ പോസ്റ്റർ പുറത്തിറങ്ങി. കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ചെയർമാനും മലയാളത്തിന്റെ പ്രിയ നടനുമായ മോഹൻലാൽ, സംവിധായകരായ മഹേഷ് നാരായണൻ, അഴക്കപ്പൻ, അരുൺ വർമ്മ എന്നിവർക്ക് പോസ്റ്റർ നൽകി പ്രകാശനം ചെയ്തു.